അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ കാലത്ത് എല്ലാവരും ചെയ്യിക്കുന്ന ഒരു മസലയാണ് മൂത്രത്തിന് ട്യൂബിട്ട ആളുകൾ. അവരുടെ നിസ്കാരം എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയ വലിയ ഒരു സൗഭാഗ്യമാണ്. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് മൂത്രം പുറത്തേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. എത്രയോ രോഗികൾ മൂത്രത്തിന് ട്യൂബ് റിമൂവ് ചെയ്തപ്പോൾ മൂത്രം പോകാൻ ബുദ്ധിമുട്ടി, അങ്ങനെ വയറെല്ലാം വീർത്ത് അസ്വസ്ഥമായി കഴിയുന്ന എത്രയോ രോഗികളെ കാണാം. കഴിഞ്ഞ ആഴ്ച എൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ ഒരു രോഗിയെ കാണാൻ വേണ്ടി ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, എൻ്റെ മൂത്രത്തിന് ട്യൂബിട്ടത് ഡോക്ടർമാർ റിമൂവ് ചെയ്തു. മെഡിക്കൽ കോളേജിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ മൂത്രം പോകുന്നില്ല, വയറ് വീർത്തുകൊണ്ടിരിക്കുന്നു, അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരെ സമയം കഴിഞ്ഞാൽ പിന്നെ അവർ വരാറില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ ആവണം. ഡോക്ടർ വന്നാൽ മാത്രമേ രണ്ടാമത് ട്യൂബ് ഇടാൻ സാധിക്കുകയുള്ളൂ. ആ രോഗി അസ്വസ്ഥമായി. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊക്കെ അവിടെ ശബ്ദവിരാഹങ്ങളുണ്ടാക്കി. അങ്ങനെ എല്ലാവരും അവിടെ ശബ്ദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ രണ്ടാമത് ഡോക്ടർ വന്നു. അദ്ദേഹത്തിൻ്റെ മൂത്രത്തിൽ ട്യൂബ് പഴയതുപോലെ ഇട്ടു. അദ്ദേഹം സുഗമമായി. എൻ്റെ മൂത്രസഞ്ചിയിലേക്ക് ആ മൂത്രത്തിൻ്റെ പഴുപ്പ് എത്തിയതോടുകൂടെ എനിക്ക് സുഗമമായ ഒരു റാഹത്ത്, സന്തോഷം, വല്ലാത്തൊരു അനുഭൂതി, എല്ലാ അസുഖങ്ങളും അറിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ്. നമ്മളൊന്ന് മൂത്രപ്പുരയിൽ പോകുന്നു, നമ്മുടെ കാര്യം സാധിക്കുന്നു, തിരിച്ചു വരുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളോട് ആ മൂത്രപ്പുരയിൽ പോകുമ്പോൾ ചെല്ലേണ്ട ദിക്റ് അതൊന്ന് ചെല്ലിയ അതല്ലേ ശുക്ർ. അത് കഴിഞ്ഞാലുള്ള ദിക്റ് അതൊക്കെ ഒന്ന് ചെല്ലി നമ്മൾ ജീവിതകാലം മുഴുവൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതായിരിക്കും നാം അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദി. ആ മൂത്രബന്ധം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മൂത്രത്തിന് ട്യൂബ് ഇടാറാണ് പതിവുള്ളത്. ഈ ട്യൂബ് ഇട്ട് കൊണ്ടൊരാൾ നിസ്കരിക്കുന്നെങ്കിൽ ആ നിസ്കാരം സ്വഹീഹാവുകയില്ല, അത് മടക്കി നിസ്കരിക്കണം. ഒരാളെ മൂത്രത്തിലേക്ക് ഇട്ട ട്യൂബ്, ആ ട്യൂബിൻ്റെ അവസാനം മൂത്രസഞ്ചി ഉണ്ടാകും. ആ ട്യൂബിൽ നിന്ന് വരുന്ന മൂത്രം ശേഖരിക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടാകും. അതിലേക്കാണല്ലോ മൂത്രം വരിക. ആ മൂത്രസഞ്ചിയോടുകൂടെ നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം നിസ്കരിക്കണം. ആ നിസ്കാരം പിന്നീട് ഖളാ വീട്ടുകയും വേണം. പരമാവധി അത് റിമൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിസ്കാരം ഖളാ വീട്ടേണ്ടി വരില്ല. പക്ഷെ ഓരോ സമയത്തും മൂത്രസഞ്ചിയിലേക്ക് കടത്തിയ ട്യൂബ് റിമൂവ് ചെയ്യുക എന്നുള്ളത് അത് ദുഷ്കരമാണ്, പ്രയാസകരമാണ്, സാധിക്കാത്ത ഒന്നാണ്. അതുകൊണ്ട് മൂത്രത്തിന് ട്യൂബിട്ട ആളുകൾ അതോടുകൂടെ നിസ്കരിക്കുക, ഒതു കൊടുത്ത് സാധാരണ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക. പിന്നീട് അസുഖമൊക്കെ മാറിയതിനു ശേഷം ആ നിസ്കാരം ഓരോന്നും ഖളാ വീട്ടാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ കുറ്റത്തം ഒഴിവാക്കുക. എൻ്റെ മൂത്രത്തിനേതാൻ ട്യൂബാണ്, അപ്പോൾ നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞ് നിസ്കരിക്കാതിരിക്കുകയല്ല വേണ്ടത്. സാധാരണ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നിസ്കരിക്കാത്ത അവസ്ഥ, ട്യൂബാണല്ലോ, എങ്ങനെ നിസ്കരിക്കുക, മൂത്രത്തോടു കൂടെ നിസ്കരിക്കാതിരിക്കും, പിന്നീട് ഖളാ വീട്ടും. അത് കുറ്റകരമാണ്. നേരെ മറിച്ച് നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അതുപോലെ നമ്മൾ നിസ്കരിക്കുക. പിന്നീട് അസുഖമൊക്കെ മാറിയതിനു ശേഷം അദ്ദേഹം ഖളാ വീട്ടണം. 6 മാസം രോഗിയായി കടന്നു, മൂത്ര ട്യൂബുമായി കടന്നു. പിറ്റേന്നൊരു 6 മാസം സുഖം കിട്ടിയാൽ അദ്ദേഹത്തിന് അസുഖങ്ങളൊന്നുമില്ലാത്ത ഈ മൂത്ര ട്യൂബ് റിമൂവ് ചെയ്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ഉടനെ തന്നെ അദ്ദേഹം നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടണം. അഥവാ ആ രോഗി അവസാന നിമിഷം വരെ, അവസാന സമയം വരെ മൂത്രത്തിന് ട്യൂബിട്ടിട്ടാണ് നിസ്കരിച്ചത്, അദ്ദേഹത്തിന് ആ നിസ്കാരങ്ങളൊന്നും ഖളാ വീട്ടാൻ ഖേപ്പ് കിട്ടിയില്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട. അള്ളാഹു ഗഫൂറാണ്, ഗഫാറാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഖളാ വീട്ടാനുള്ള സമയം കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറ്റക്കാരനല്ല, തെറ്റുകാരനല്ല, അവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഞാൻ മൂത്രത്തിന് ട്യൂബിട്ട ആളാണല്ലോ എന്നും വിചാരിച്ചിട്ട് നമ്മൾ നിസ്കരിക്കാതിരുന്നാൽ അത് കുറ്റകരമാണ്. എല്ലാവരും ഈ മസല കൃത്യമായിട്ട് മനസ്സിലാക്കുക. അള്ളാഹു ഭരിക്കുന്നത് വരെ മൂത്രത്തിന് ട്യൂബില്ലാത്ത രീതിയിൽ നല്ല സംശുദ്ധമായ ജീവിതം നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.